അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ അധ്യായമായ സൂറത്തു തക്കാസുർ ആണ് പഠിക്കുന്നത്. സൂറത്തു തക്കാസുർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ്. ഈ സൂറയിൽ ആകെ 8 സൂക്തങ്ങളാണ് ഉള്ളത്. ഈ സൂറയുടെ സന്ദേശം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് പരലോകത്തിൻ്റെ ചിന്തകളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സൂറയാണ്. ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ? നാം ഈ ലോകത്ത് ജീവിക്കുന്നു, എന്നാൽ ലക്ഷ്യം പരലോകം നേടലാണ്. എങ്ങനെയാണ് പരലോകത്തെ നമ്മുടെ മനസ്സിൽ വളരെ സ്റ്റേണായിട്ട് നമുക്ക് വിശ്വസിച്ച് ഉൾക്കൊള്ളാൻ കഴിയുക? അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു സൂറയാണ് സൂറത്തു തക്കാസുർ. ഈ സൂറയുടെ പേര് ശ്രദ്ധിച്ചില്ലേ? തക്കാസുർ എന്നാണ്. വാക്കിൻ്റെ അർത്ഥം പെരുമ നടിക്കുക, അല്ലെങ്കിൽ ധാരാളം നേടാൻ വേണ്ടിയിട്ട് ദുനിയാവിൽ ഈ ലോകത്ത് പലതും നേടിയെടുക്കാൻ വേണ്ടിയുള്ള കിടമത്സരം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. തക്കാസുർ, അലിഫ്ലാമിന് ശേഷം ത എന്ന അക്ഷരമല്ലേ വരുന്നത്? ഇങ്ങനെ ആരംഭിക്കുന്ന എത്ര സൂറകൾ ഖുർആനിലുണ്ട്? ഒന്ന് അന്വേഷിച്ചാലോ? ഇനി അടുത്ത് വരാൻ പോകുന്ന തീൻ അതിൽപ്പെട്ടാണ്. അതേപോലെ അമ്മ ജുസിൽ ഒരു സൂറ കൂടിയുണ്ട്, തക്വീർ. ആകെ 6 സൂറത്തുകളാണ് താ കൊണ്ട് പേര് തുടങ്ങുന്ന സൂറത്തുകൾ. അപ്പോൾ അതിൽ ഒന്ന് തക്കാസുറാണ്, തീൻ, തക്വീർ. ഇനിയും 3 സൂറകൾ കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തക്കാസുർ, പെരുമ നടിക്കൽ എന്നാണ് അർത്ഥം എന്ന് സൂചിപ്പിച്ചു. ഗ്രീഡ് ഫോർ മോർ ആൻഡ് മോർ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഈ വാക്കിൻ്റെ അർത്ഥമായിട്ട് വന്നിരിക്കുന്നത്. ധാരാളം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അത്യാഗ്രഹം കൊണ്ട് നടക്കുന്ന മാനസികാവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശം. പൊതുവെ എല്ലാ കാലത്തും ഈ ചിന്താഗതി മനുഷ്യനിലുണ്ടാവും അല്ലേ? നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? ഈ ലോകത്ത് എന്തൊക്കെയോ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് നന്മ ഉദ്ദേശിച്ചു കൊണ്ടാവണം, പരലോക നേട്ടം ആഗ്രഹിച്ചു കൊണ്ടാകണം എന്നാണ് സൂറത്തു തക്കാസുർ നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ സൂറ പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. പാരായണം ചെയ്യാൻ വളരെ എളുപ്പമുള്ള കൊച്ചു കൊച്ചു സൂക്തങ്ങളുള്ള ഒരു സൂറയാണ് സൂറത്തു തക്കാസുർ അല്ലേ? എന്താ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നിയമങ്ങൾ? നാം നേരത്തെ മനസ്സിലാക്കിയ ഒരു നിയമം തന്നെ ഈ സൂറയിൽ ആവർത്തിക്കുന്നുണ്ട്. അത് ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനുമാണ്. ഈ സൂറയിൽ ഷദ്ദുള്ള ഇരട്ടിച്ചു വരുന്ന മീം എത്രയുണ്ട്? അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ സൂറയിൽ എത്ര സുമ്മയുണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലേ? 3 സുമ്മ ഈ സൂറയിൽ ആവർത്തിക്കുന്നു. ആ 3ഉം നമ്മൾ മണിക്കണം. ഷദ്ദുള്ള നൂന്, ഇരട്ടിച്ചു വരുന്ന നൂൻ എത്രയുണ്ട്? 4 എണ്ണമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ആ 4ഉം നിങ്ങൾ കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. ഈ സൂറയിൽ പിന്നെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സൂറയുടെ പേര് താ കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ.
തക്കാസുർ അല്ലേ. ഈ സൂറയിൽ എല്ലാ ആയത്തിലും ത എന്ന അക്ഷരമുണ്ട് എന്നതൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്തൊക്കെ പ്രത്യേകതകളാണ് ഇനിയും ഈ സൂറയിൽ ഉള്ളത് എന്നത്. പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? അൽഹാക്കുമു തക്കാസുർ, ഇങ്ങനെയാണ് പാരായണം. പലപ്പോഴും നമ്മളെങ്ങനെ ഓതാന്നറിയാം? അൽഹാക്കു മുത്തക്കാസുർ എന്നോതും അല്ലേ. അതൊരു മിസ്റ്റേക്ക് അല്ലേ? അൽഹാക്കു മുത്തക്കാസുർ അങ്ങനെയല്ല, അൽഹാക്കു മുത്തക്കാസുർ. അങ്ങനെ അത് വേർതിരിക്കുന്ന ആ സന്ദർഭം, വാക്കുകളുടെ ഘടന അനുസരിച്ച് അങ്ങനെയാവണം. അൽഹാക്കു മുത്തക്കാസുർ, ആ ശൈലിയിലാണ് പാരായണം ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത്തക്കാസുർ, നമുക്ക് ആ പേരിലേക്ക് തന്നെ വരാം. അത് വല്ലാതെ കൊതിപ്പിക്കുന്നൊരു പ്രയോഗമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാക്ക് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കൗസർ അല്ലേ. ഒരു സൂറത്തിൻ്റെ പേര് തന്നെയാണ് അൽ കൗസർ, ധാരാളം അനുഗ്രഹം എന്നാണ്. കസീർ, കസ്ര എന്നൊക്കെയുള്ള വാക്കിലും ധാരാളം എന്നുണ്ട്. അത്തക്കാസുർ, പെരുമ നടിക്കുക, ധാരാളം നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ്. നിങ്ങൾ ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥ കേട്ടിട്ടില്ലേ? ആരുടെ കഥയാണ്? മിഡാസിൻ്റെ കഥ അല്ലേ. പല ശൈലിയിൽ പറയപ്പെട്ടൊരു കഥയാണ്. മിഡാസ് ഒരു രാജാവായിരുന്നു. ആ രാജാവിന് സമ്പത്തിനോട് വല്ലാത്ത കൊതിയാണ്. അയാൾ തൻ്റെ ഖജനാവ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അറയിലേക്ക് കയറി ചെന്നിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ വാരി എറിയും. എന്നിട്ട് അതിൻ്റെ കിലുക്കം കേട്ടിട്ട് സന്തോഷിക്കുമായിരുന്നു. അത്രയും സമ്പത്തിനോട് കൊതിയുള്ള ആളാണ്. അപ്പോൾ ഒരിക്കൽ മിഡാസ് രാജാവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. വരം എന്ന് പറയില്ലേ, വിഷസ്, ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ തരും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് തൊട്ടതെല്ലാം പൊന്നാക്കണം, ഞാൻ എന്ത് തൊട്ടാലും അപ്പോഴത് പൊന്നാക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, നിനക്ക് പ്രയാസം ഉണ്ടാക്കുമല്ലോ എന്ന് അയാൾ പറഞ്ഞു, ആ ഗുരു. പക്ഷേ മിഡാസിന് അത് കിട്ടിയേ പറ്റൂ. അങ്ങനെ വരം കിട്ടി. അയാളൊരു കമ്പ് കയ്യിലേക്ക് എടുത്തപ്പോൾ അത് പെട്ടെന്ന് പൊന്നായി. ഒരു പൂ സ്പർശിച്ചപ്പോൾ പെട്ടെന്നത് പൊന്നായി. പക്ഷെ അതിൻ്റെ സുഗന്ധം പോയി, അതിൻ്റെ ദളങ്ങളുടെ ആ സോഫ്റ്റ്നെസ് ഇല്ലേ, അതൊക്കെ പോയി. പെട്ടെന്ന് അയാൾ കണ്ടു. അങ്ങനെ ഏറെ സന്തോഷത്തിൽ അയാളിങ്ങനെ പോവാണ്. വലിയൊരു പാറ കണ്ടപ്പോൾ അതിലേക്ക് തൊട്ടു, പെട്ടെന്ന് അത് സ്വർണ്ണമായി. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്വർണത്തിന് എന്താ വില അല്ലേ, നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകും. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അയാൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. പക്ഷെ കുടിക്കുമ്പോഴേക്കത് സ്വർണ്ണമായി പോയി. കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾക്ക് പേടിയായി, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ക്ഷീണിച്ചു, ദാഹിച്ച് അവശനായപ്പോൾ അയാളുടെ മകള് പെട്ടെന്ന് ഫാദറിനെ കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ആ കുട്ടി പൊന്നായി. അപ്പോൾ അയാൾക്ക് പേടിയായി. അയാൾ വേഗം ഗുരുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട്, ഗുരു, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, എന്നെ രക്ഷിക്കണം, ഈ വരം എന്നിൽ നിന്ന് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്രേ. അതോടുകൂടി അയാൾ പഴയ അവസ്ഥയിലായി, സമ്പത്തിനോടുള്ള അത്യാഗ്രഹമൊക്കെ പോയി എന്നാണ് കഥ. ശരിക്കും ദുനിയാവിന് വേണ്ടി, ഐഹിക ജീവിതത്തിന് വേണ്ടി, ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിയിട്ട് ഒടുവിൽ ജീവിതം തന്നെ പാഴായി പോകുന്ന അവസ്ഥയിലാണ് മനുഷ്യർ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാവരും വമ്പിച്ച തിരക്കിലാണ്, എല്ലാവരും തിരക്കാണ്. എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഭൗതിക ആസ്വാദനങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ്, അൽഹാക്കുമുത്തക്കാസുർ. നമുക്ക് ഒന്നാമത്തെ സൂക്തത്തിലേക്ക് കടക്കാം. അൽഹാ യുൽഹി എന്താ അർത്ഥം? അശ്രദ്ധയിൽ അകപ്പെടുത്തി എന്നാണ് അർത്ഥം. അശ്രദ്ധയിൽ അകപ്പെടുത്തി, ഒരുതരം ഡിസ്ട്രാക്ഷൻ എന്ന് പറയില്ലേ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. അൽഹ, അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, കും നിങ്ങളെ, അത്തക്കാസുർ, പരസ്പരമുള്ള കിടമത്സരം അല്ലെങ്കിൽ പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സൂക്തത്തിൻ്റെ അർത്ഥം. എന്താ ഇതിൻ്റെ ആശയം? അശ്രദ്ധയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ളതല്ല, ഏതോ ഒന്നിൽ മനസ്സ് പൂർണ്ണമായും വളരെ ഡീപ്പായിട്ട് ചെന്ന് പെട്ടുപോകാം അല്ലേ. അഡിക്ഷൻ എന്ന് നമ്മൾ പറയില്ലേ,
ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ സ്ക്രീൻ അഡിക്റ്റഡ് ആണ്. നല്ല നിലയിലുണ്ടാകും. ഇപ്പോൾ നമ്മൾ ക്യൂ സ്പോട്ടിലാണ്, അത് നല്ല അഡിക്ഷനാണ്. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം 15 മിനിറ്റ് നമ്മൾ അഡിക്റ്റഡ് ആണ് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം അതിനപ്പുറം ഗെയിമിൽ അഡിക്റ്റഡ് ആയാലോ, അല്ലെങ്കിൽ അതുപോലെ വെറും നേരം പോക്കുകളിൽ ചെന്നുപെട്ടാലോ, ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും അല്ലേ? പഠിക്കാൻ മറന്നു പോകും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ മറക്കും, ഉറങ്ങാൻ മറന്നു പോകും. ഇതാണ് പിന്നെ സംഭവിക്കുക. സ്ക്രീൻ അഡിക്ഷൻ ഇന്ന് വലിയ ഒരു മാനസിക പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അല്ലേ? അൽഹ, ഇതാണ് ശരിക്കും ഇവിടെ ഉദ്ദേശം. ഒന്നിൽ മനസ്സ് പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ ബാക്കി പ്രധാനപ്പെട്ട പലതും മറന്നു പോകുക. ലഹുവ് എന്ന വാക്ക് കേട്ടിട്ടില്ലേ? കേവലമായ കളി വിനോദങ്ങൾ, നേരം പോക്കുകൾ എന്നാണ്. അൽഹ എന്ന വാക്കിൽ അതുണ്ട്. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുർ, പെരുമ നടിക്കൽ, ധാരാളം വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള കിടമത്സരം എന്നാണ്. തക്കാസുർ എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അതൊരാൾ തനിച്ച് ചെയ്യുന്നത് അല്ല, മറിച്ച് പരസ്പരം അല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരിക? പ്രധാനമായിട്ട് മത്സരമാണ് അതിൽ വരുന്നത് അല്ലേ? മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള മത്സരം അതിൻ്റെ ഭാഗമായിരിക്കും. നല്ല മത്സരമുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സ്റ്റുഡൻസ്, നമ്മുടെ സഹപാഠികൾ തമ്മിൽ പഠനത്തിൽ മത്സരിക്കാം, നല്ല കാര്യമാണ്. അതേസമയം തെറ്റായ കാര്യങ്ങൾക്ക്, പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ഗുണകരമാണോ? അല്ല. മറ്റൊരാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാവുക, അത് നല്ല കാര്യമല്ല അല്ലേ? അതേസമയം കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള മത്സരം തീർച്ചയായിട്ടും നല്ലതാണ് എന്ന് മനസ്സിലാക്കാം. കൂടുതൽ നേടാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം മറന്ന് കഠിന പരിശ്രമത്തിൽ ഏർപ്പെടാം. നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ നല്ലതാണ്. പക്ഷെ തക്കാസുർ എന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ ഷോ ഓഫ് എന്ന് പറയില്ലേ, വെറുതെ പ്രകടിപ്പിക്കാൻ വേണ്ടി, ആളാകാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ്. പുതിയ കാലം നമ്മൾ പൊതുവെ പറയാറില്ലേ, ആരോടാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇത് സെൽഫ് ലവിൻ്റെ കാലമാണ്. എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോട്ടോ തന്നെ സെൽഫി എടുത്ത് അങ്ങനെ പ്രൊഫൈൽ പിക്കാക്കിയിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ പേര് അതിന് ലൈക്ക് അടിക്കും അല്ലേ? ഇങ്ങനെ ഒരു കാലമാണിത്. അങ്ങനെ ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ എല്ലാ രംഗത്തും അങ്ങനെയാണ് അല്ലേ? നമുക്ക് പുതിയ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും എനിക്ക് വേണം, കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എനിക്കൊന്ന് ഷോ ഓഫ് ചെയ്യണം, ഒരു ആളാകണം എന്നുള്ള തോന്നൽ. വാഹനം എടുക്കുമ്പോൾ ഏറ്റവും മുന്തിയതാവണം. ഡ്രസ്സ് പോലും അങ്ങനെയാണ്, ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ളതാകണം. വീട്ടിൽ കല്യാണമൊക്കെ വരുമ്പോൾ കാണാറില്ലേ, പുതിയ പുതിയ ട്രെൻഡുകളാണ്. ഇസ്ലാമിക കൾച്ചറിൽ നിന്നൊക്കെ മാറിയിട്ട് വേറെ എന്തൊക്കെയോ കാണിക്കുകയാണ്. സ്റ്റേജിൽ പവിത്രമായ നിക്കാഹ് കർമ്മം നടന്നാൽ പിന്നെന്താണ്, പടക്കം പൊട്ടിക്കലും ആകെ ഫോഗ് ഉണ്ടാക്കലും ഇങ്ങനെ ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് അതിൻ്റെ എല്ലാ നന്മകളും നശിപ്പിക്കുന്ന കാണുന്നില്ലേ? ഇതിലൊക്കെ ഈ തക്കാസുർ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. പരസ്പരം കാണിക്കാൻ വേണ്ടി, പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അങ്ങനെയല്ലല്ലോ, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തോട് നന്ദി കാണിക്കുക എന്നതാണ് പ്രധാനം. അൽ ഹാക്കുമുത്തക്കാസുർ, അതിനാൽ പരസ്പരമുള്ള പെരുമ നടിക്കൽ, പരസ്പരം കിടമത്സരം നടത്തിയിട്ട് ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള അത്യാഗ്രഹങ്ങൾ. അൽ ഹാക്കും, നിങ്ങളെ പരലോകത്തെക്കുറിച്ച് അശ്രദ്ധയിൽ അകപ്പെടുത്തുന്നു, അള്ളാഹുവെ മറപ്പിച്ച് കളയുന്നു, നന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുന്നു എന്ന് ഗുരുതരമായ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ സൂറ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മാറല്ലേ ഇൻഷാ അല്ലാഹ് ഈ ഒറ്റൊരു സൂക്തം മുൻനിർത്തിയിട്ട് നമ്മുടെ നിലപാടുകളൊന്ന് പരിശോധിക്കണം. ഞാൻ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പരലോകത്തിന് വേണ്ടിയാണോ അതോ ഇഹലോകത്തിന് വേണ്ടിയാണോ? അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുന്ന രൂപത്തിലാക്കി മാറ്റിത്തരണേ നാഥ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.